ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വരാനിരിക്കുന്ന US പണപ്പെരുപ്പ ഡാറ്റയ്ക്കായി വിപണി കാത്തിരിക്കുമ്പോൾ കൂടുതൽ പലിശ നിരക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ ഇന്നലത്തെ പ്രസംഗത്തിലെ സൂചനകൾ ഇന്ന് സ്വർണ്ണ വിപണിയെ താഴേക്കെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇന്നലെ വീഡിയോയിൽ സൂചിപ്പിച്ച ട്രംപിന്റെ ഹമാസിനെതിരെയുള്ള ഭീഷണിയും മറ്റും മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വീണ്ടും ഉടലെടുക്കാൻ സാധ്യത നിലനിർത്തുന്നത് വിപണിയെ ആശങ്കയിലാക്കുന്നു. പുതിയ സംഘർഷങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വിപണി അല്പം ഇറങ്ങിയേക്കാം. ഇന്ന് വരാനിരിക്കുന്ന US പണപ്പെരുപ്പ റിപ്പോർട്ടിൽ പണപ്പെരുപ്പം മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വിപണിയെ മാറ്റമില്ലാതെ തുടരാനോ അല്ലെങ്കിൽ നേരിയ ഉണർവിനോ കാരണമാക്കിയേക്കും. എന്നാൽ പണപ്പെരുപ്പം കുറയുകയാണെങ്കിൽ അത് വിപണിയെ വീണ്ടും താഴേക്കെത്തിക്കാനുള്ള കാരണമായി നിലനിർത്തിയേക്കാം. ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $2,920 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ $2,902 പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങുകയും ഇപ്പോൾ $2,889 പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. വൈകി വരുന്ന ഇന്നത്തെ തങ്കവില 11 മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് പവന് 560 രൂപ കുറഞ്ഞു. ഇന്ന് 12/2/2025. പവന് 63,520, ഗ്രാമിന് 7,940. ഭിന്നിച്ചു നിൽക്കുന്ന KGSDA, സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് 63,200, ഗ്രാമിന് 7,900. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.